ഇഫ് എ സിമ്പിൾ ഇൻട്രസ്റ്റ്, ക്വസ്റ്റ്യൻ എവിടെ നിന്നുള്ളത് മനസ്സിലായല്ലോ. ഇഫ് എ സിമ്പിൾ ഇൻട്രസ്റ്റ് ഓൺ എ സം ഓഫ് മണി, സോ അതൊരു പ്രിൻസിപ്പൾ ആണ് അല്ലേ. സിമ്പിൾ ഇൻട്രസ്റ്റ് ഓൺ എ സം ഓഫ് മണി എന്ന് പറയുമ്പോൾ അത് പ്രിൻസിപ്പൾ ആണല്ലോ. ഓക്കെ, ഞാൻ അതിനെ P1 എന്ന് വിളിച്ചു, ഫസ്റ്റ് പ്രിൻസിപ്പൾ. അറ്റ് 6% per annum for 7 years. സോ ഇവിടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് ഇയേഴ്സ് തന്നിട്ടുണ്ട്. ഈസ് ഈക്വൽ ടു ട്വൈസ് ദ സിമ്പിൾ ഇൻട്രസ്റ്റ് ഓൺ അനദർ സം. സോ അനദർ സമ്മിനെ ഞാൻ P2 എന്ന് വിളിച്ചു. അവിടുത്തെ 9 years ആണ്, സോ അതിനെ N2 എന്ന് വിളിച്ചു. ഓക്കെ, സോ ഇവിടെ N1 എന്ന് വിളിക്കാം. 5%, സോ ഇതിനെ ഞാൻ R2 എന്ന് വിളിച്ചു, ഇതിനെ R1 എന്ന് വിളിച്ചു. ദ റേഷ്യോ വിൽ ബി, സോ ഇവിടെ നമുക്ക് തരാത്തതാരാ? P1 ഉം P2 ആണ് തരാത്തത്. സോ ദ റേഷ്യോ വിൽ ബി എന്ന് പറയുമ്പോൾ എന്നോട് കാണാൻ പറഞ്ഞിട്ടുണ്ടാവുക P1:P2 വാല്യൂ എന്ത് കിട്ടും എന്നുള്ളതായിരിക്കും. കാര്യം മനസ്സിലായില്ലേ? കാരണം നമ്പർ ഓഫ് ഇയേഴ്സിന്റെ റേഷ്യോ കാണേണ്ട ആവശ്യമില്ല, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിന്റെ റേഷ്യോ കാണേണ്ട ആവശ്യമില്ല, എല്ലാം ഡാറ്റയിൽ തന്നിട്ടില്ല. അപ്പൊ നമുക്ക് ഇവിടെ തരാത്തത് പ്രിൻസിപ്പൾ ആണ്, പ്രിൻസിപ്പളുടെ റേഷ്യോ കാണാൻ പറഞ്ഞിട്ടുണ്ടാവുക. സോ ഇവരൊരു കണക്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ഇതിന്റെ രണ്ടിന്റെയും ഇൻട്രസ്റ്റ് ഒന്നിൻ്റെത് മറ്റതിന്റെ ഡബിൾ ആണെന്നുള്ള കേസ് തന്നിട്ടുണ്ട്. സോ നമുക്ക് ഇക്വേഷൻ ഫോം ചെയ്യാം. അതായത് P1 ഇൻറ്റു ഇൻട്രസ്റ്റ് അല്ലേടാ, സോ പിൻ അല്ലേ, അതായത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒരു ഇക്വേഷൻ ഫോം ചെയ്യാം. P1 ഇൻറ്റു R1 ഇൻറ്റു N1 അല്ലേ, ദാറ്റ് ഈസ് പിൻ. ഓക്കെ, പിൻ ഈക്വൽ ടു ട്വൈസ് ഓഫ് ദ സിമ്പിൾ ഇൻട്രസ്റ്റ്. അപ്പൊ മറ്റേതിന്റെ ട്വൈസ് ആണെന്ന് പറയുമ്പോൾ അവിടെ 2 കൊടുക്കേണ്ടി വരും, ഇൻറ്റു P2 ഇൻറ്റു R2 ഇൻറ്റു N2. സോ ഈ വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യട്ടോ. അതിന്റെ വാല്യൂസ് ഒക്കെ കൊടുക്കുക. P1ന്റെ വാല്യൂ എനിക്ക് അറിയില്ല, സോ തൽക്കാലം ഞാൻ അവിടെ P1 എന്ന് തന്നെ എഴുതി. ഇൻറ്റു R1ന്റെ വാല്യൂ 0.06 എന്ന് കൊടുത്തു, N1ന്റെ വാല്യൂ 7 എന്ന് കൊടുത്തു, ഈക്വൽ ടു 2 ഇൻറ്റു P2 ഇൻറ്റു R2ന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 0.05 കൊടുത്തു, പിന്നെ N2ന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഞാൻ 9 കൊടുത്തു. ഓക്കെ, സോ കാൽക്കുലേറ്റ് ചെയ്യുവാണ്. അറിയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം അല്ലേ. സോ 0.06 ഇൻറ്റു 7, എനിക്കിവിടെ കിട്ടിയത് 0.42 P1 ഈക്വൽ ടു, അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 0.05 ഇൻറ്റു 9 ഇൻറ്റു 2 ഈക്വൽ ടു എടുക്കുമ്പോൾ 0.9 P2 എന്നാണ് കിട്ടുന്നത്. സോ ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ P2നെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു, ഈ 0.42നെ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയി. ഓക്കെ, അപ്പോൾ എനിക്ക് എന്ത് കിട്ടും? P1 ഡിവൈഡഡ് ബൈ P2 ഈക്വൽ ടു 0.9 ഡിവൈഡഡ് ബൈ 0.42. ഓക്കെ ആണല്ലോ, 0.9 ഡിവൈഡഡ് ബൈ 0.42. ഇതിനെ എനിക്ക് എന്ത് എഴുതാം? P1:P2 അല്ലെ, ഡിവിഷന് പകരം നമുക്ക് ഈസ് ടു എഴുതാമല്ലോ. P1:P2 ഈക്വൽ ടു 0.9:0.42. സോ ദിസ് ഈസ് അവർ ആൻസർ. ഓക്കെ, ഇതാണ് നമ്മളെ ആൻസർ, ഫൈനൽ ആൻസർ ഇതാണ്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരാൾ ഓപ്ഷനിലില്ല. ഓപ്ഷനിൽ എപ്പോഴും ഉണ്ടാകുന്ന ഡെസിമൽ അല്ല, ഫ്രാക്ഷൻ, സിംപ്ലിഫൈഡ് ഫ്രാക്ഷൻ വാല്യൂ ആയിരിക്കും അല്ലെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇതിനെ ഡിവൈഡ് ചെയ്യുക. പെട്ടെന്ന് ചെയ്യാനുള്ള മെത്തേഡ് ഉണ്ടോ ഞാൻ പറയുന്നത്? പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് 0.9 ഡിവൈഡ് ബൈ 0.42 ചെയ്യാം. ഓക്കെ, സോ 0.9 ഡിവൈഡ് ബൈ 0.42 ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നത് 2.1428 എന്ന് പറയുന്ന ഒരു ആൻസർ ആണ്. ഓക്കെ, പക്ഷെ അത് ഓപ്ഷനിൽ ഇല്ലല്ലോ. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഓപ്ഷനിൽ പോയിട്ട് ഡിവൈഡ് ചെയ്യും. സെയിം ആൻസർ വരുന്ന ഏതാ നോക്കും. 2/15 ചെയ്താൽ എന്തായാലും കിട്ടൂല, ചെയ്ത് നോക്കിയാൽ മതി. ഡെസിമലാ കിട്ടുക, 2 point something നമുക്ക് കിട്ടൂല. 7/15 ചെയ്താൽ എന്തായാലും കിട്ടൂല, കാരണം 7/15 ഡിനോമിനേറ്റർ വലുത് വരുമ്പോൾ നമുക്ക് 0 point something അല്ലേ കിട്ടത്തുള്ളൂ. 15/7 എന്ന് ചെയ്ത് നോക്കല്ലേ, 1:7 ചെയ്താലും കിട്ടൂല. 15 ഡിവൈഡഡ് ബൈ 7 ചെയ്യുമ്പോൾ, ഓക്കെ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. 15 ഡിവൈഡഡ് ബൈ 7 ചെയ്യുമ്പോൾ 2.142 എന്ന് പറയുന്ന ഇതേ ആൻസർ നമുക്ക് കിട്ടും. സോ അവർ ആൻസർ ഈസ് ഓപ്ഷൻ സി. ഓക്കെ, ഇത്രയേ ഉള്ളൂ. എളുപ്പം ചെയ്യുന്ന കേസാണ്. ഓക്കെ, സോ പല ക്വസ്റ്റ്യൻസും നമുക്ക് ഡാറ്റ ചെയ്യാൻ പറ്റില്ല, ഇക്വേഷൻ ഫോം ചെയ്ത് സോൾവ് ചെയ്തെടുക്കേണ്ടി വരും. അപ്പൊ ഇതിനകത്ത് റേഷ്യോന്റെ ചെറിയൊരു കോൺസെപ്റ്റ് വരുന്നുണ്ട്, എല്ലാം കൂടെ മിക്സ് ചെയ്ത് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ബട്ട് ഈസിയാണ്. ഓക്കെ.